കഷ്ടമാണ്. അവന്റെ വീട്ടുകാരൊക്കെ അത് കണ്ട, വീട്ടുകാർ ഭാര്യയൊക്കെ കണ്ട അതൊന്നും കണ്ടോണ്ടിരിക്കത്തില്ല. പൃഥ്വിരാജിന്റെ അവരെയൊക്കെ വീട്ടുകാർ മല്ലിക സുകുമാരന് അവരും അവന്റെ ഭാര്യയും മക്കളും പിന്നെ അവരൊക്കെ ഒന്നും കണ്ടാൽ നോക്കില്ല. അത്രയ്ക്ക് കഷ്ടം അനുഭവിച്ചാണ്. അവൻ താടിയും വളർത്തി അവസാനമായപ്പോ അവന്റെ വ്യാസമൊക്കെ അങ്ങ് ഒരുമാതിരിയായി. മുടിയും വളർത്തി മുടി വെട്ടാനും നോക്കില്ല. അവൻ ഒരു വണ്ടിയുടെ ഗ്ലാസ്സിൽ അവന്റെ മുഖം നോക്കണം. അപ്പൊ അറബി വന്ന് കണ്ടോണ്ട് വന്ന് ആ കാണിച്ചു കൊടുത്തു. അവൻ നോക്കിയിരുന്നു. അവന്റെ മുഖം പോലും അവന് കാണാക്കാതെ ആയിരിക്കും. പണ്ടത്തെ കാലഘട്ടമല്ലേ. പിന്നെ ആടുമായിട്ട് അവൻ അങ്ങ് ഇതായി. ആട് ഇവൻ പോയപ്പോ കരച്ചിട്ട് തുടങ്ങും. ഇവൻ പോവാനായിട്ട് വന്ന് ആട്ടിന്റെ പറയും ഞാൻ പോണെന്നൊക്കെ. ആട് ചിറ്റാവേ എന്ന് പറയും. ചിറ്റാവേ ആടും കരഞ്ഞ അവിടെ കണ്ടോണ്ടിരുന്ന ആൾക്കാരും കരഞ്ഞ എല്ലാരും കരഞ്ഞല്ലേ. ആടും കരച്ചില്ലായിരുന്നു. അവന്റെ ഉടുപ്പൊക്കെ ഊരി കാണണം. അവന്റെ എഴുതിയിരിക്കുന്ന വയറൊക്കെ പാടെ ഒട്ടി. ആ പാന്റ് എടുത്തിട്ടർക്ക് അവന് മൂക്കിടാൻ പറ്റണില്ല, ഊരി പോണം. പിന്നെ അവന് ചരട് ചാക്കുന്നങ്ങണ്ട പൊട്ടിച്ച് ഇളിയിൽ കെട്ടി കൊണ്ടാണ് അവൻ പിന്നെ പോയത്. നാട്ടില് പോണതാ. നാട്ടില് പോണതല്ല, അവൻ മരുഭൂമിയിൽ കൂടെ നടന്ന് രക്ഷപ്പെടാൻ പോയത്. നാട്ടില് പോണ എങ്ങനെ? നാട്ടില് പോണത് അവൻ കൈലി അങ്ങാണ്ടായിരുന്നു കൊടുത്തേക്കണം. നല്ലൊരു വെച്ച് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്. അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാ. എന്തരായാലും നമ്മക്ക് ഇത് എന്തേലും ഇഷ്ടപ്പെടണം. കരഞ്ഞ അതല്ലേ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ. അവസാനം എന്തേലും ചോറൊക്കെ